നമുക്ക് വീട്ടിലേക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, അവിനാശിയുടെ സജിത ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരത്തല്ല, ഒരു രാത്രി സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം 8 മണിക്ക് ആകുമ്പോൾ കിച്ചേട്ടൻ പറഞ്ഞു, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ചീക്കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ അവിനാശേട്ടനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആവശ്യത്തിന് ഇവിടെ അടുത്ത് വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചനെ വിളിച്ചു പറഞ്ഞു, എടാ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കിച്ചക്കകത്തുള്ള വരവായതുകൊണ്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചോട്ട് നേരെ പുറത്ത് പോയി ഫുഡ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സജിത ചേച്ചി പറഞ്ഞു, മോനെ വേണ്ട, നീ പോയി ഫുഡൊന്നും വാങ്ങിക്കേണ്ട, ഞങ്ങൾക്ക് അവർക്ക് നോമ്പാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും ഫുഡായി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ അവർ അടുത്ത ദിവസം അമ്പലത്തിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നോൺ ഐറ്റംസ് ഒന്നും അവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ചായയൊക്കെ വാങ്ങിച്ച് വെച്ച് ചായയൊക്കെ ഉണ്ടാക്കി ആരൊക്കെ കൊടുത്ത് അവർ കുറച്ച് നേരം അവിടെ അടിപൊളി ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും ഹാപ്പി പാറുക്കുട്ടിക്ക് വിച്ചിക്കൂട്ടനുമാണ് കേട്ടോ. വിച്ചിക്കൂട്ടനാണ് വീട്ടിലായിട്ട് ആരെങ്കിലും വന്ന് അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ്റെ കൂടെ കളിക്കാനും അവൻ്റെ കളിപ്പാട്ടൊക്കെ എടുത്തു കൊടുക്കാനും അവന് ഭയങ്കര സന്തോഷമാണ്. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവരോരോ കളിയൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ്ടോ അവന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ്. ഇതാണ് കേട്ടോ ഈ ഊഞ്ഞാല. നിങ്ങളുടെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാറുക്കുട്ടീനെ അവിടെ കയറ്റി കേട്ടോ. പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരെ അന്ന് കയറ്റി ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടമൊക്കെ ആയിരുന്നു. പണ്ടേ അങ്ങനെയാണ് കേട്ടോ. അവൻ വീട്ടിലായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നേരെ മേലിട്ട് വിളിച്ചുകൊണ്ടു. അവൻ്റെ കളിപ്പാട്ടവും സാധനങ്ങളൊക്കെ അവൻ മേളിലാണ് കേട്ടോ വെച്ചാണ്. അവനല്ല, ഞാനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ചിലപ്പോൾ ചില കളിപ്പാട്ടൊക്കെ കളിച്ച് കഴിയുമ്പോൾ അവന് വലിയ താല്പര്യം കാണത്തില്ല, പിന്നെ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പം ഞാനതൊക്കെ എടുത്ത് മേളിലൊക്കെ കൊണ്ടുപോയി വയ്ക്കും കേട്ടോ. പക്ഷെ അവൻ മേളിൽ കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് ഏറ്റവും പ്രിയപ്പെട്ടത് ആ കളിപ്പാട്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ പാറുക്കുട്ടിക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അവിടെ വന്നത് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പിന്നെ അവന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് നേരെ പോകാൻ വേണ്ടിയിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി. ഇത് വലിയ ബ്ലോഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് ചുരുക്കി കുഞ്ഞിതാക്കിയതാണ്. ഇത് പാറക്കുട്ടിയുടെ ഒപ്പം തന്നെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു പാറക്കുട്ടി ഇപ്പോൾ ആൾ പതുക്കെ ഇറങ്ങി പോകുന്നുണ്ട്. നേരത്തെ വ്ലോഗിലൊക്കെ അവിനാശിനെ സജിതേച്ചിനെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഇച്ചിക്കുട്ടൻ്റെ ഫോട്ടോയും ഞങ്ങളുടെ കല്യാണത്തിൻ്റെ മാരേജിൻ്റെ ഫോട്ടോയും സേവ് ദ ഡേറ്റ് പിന്നെ ഞങ്ങളുടെ ഏതാ ഫോട്ടോ മെറ്റേൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം അവിനാശിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പാണ് രണ്ടുപേരെയും കൂടിയിട്ട്. പിച്ചിക്കുട്ടൻ രണ്ടുപേർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പാറും ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പാറു ഇനി LKG-യിലേട്ടാണ് കേട്ടോ. പിന്നെ പുതിയ സ്കൂളിലേട്ട് പാറുകുട്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ട് നാളെ വന്നെന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്. വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇച്ചിക്കൊണ്ട് വിചാരം നാളെ വരും പിറ്റേ ദിവസം വരുമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വിട്ടു കേട്ടോ. ഞാൻ നാളെ വന്നെന്നും പറഞ്ഞിട്ട് ഇത് അവരെൻ്റെ കിച്ചോട്ടൻ്റെ വണ്ടിയേക്ക് കയറ്റി വിട്ട് അവരിതേ പോണു കേട്ടോ. ദച്ചേ അവരിനി അടുത്തത് എന്നാ വന്നേന്നാണ് കേട്ടോ ഇച്ചിക്കൊണ്ട് ചോദിക്കുന്നത് അവിടെ നിന്നുണ്ട്. പിന്നെ അവർ ടാറ്റ ബൈബൈക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അകത്തേട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് അടിപൊളി ദിവസമായിരുന്നു. അതൊരു കുട്ടി